അവിടെ സ്വർഗമുണ്ട് നഗരമുണ്ട് എന്നൊക്കെ അങ്ങനെ വല്ലതും ഉണ്ടാ? ഇന്നാളൊരു മൊല്ലാക്ക പറയണ്ടായിരുന്നു, സ്വർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴകളാണത്രേ. ഒന്ന് തേനിന്റെ പുഴ, ഒന്ന് പാലിന്റെ പുഴ, ഒന്ന് മദ്യത്തിന്റെ. എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കൂടി പാലൊഴുകി വന്നത്. അതൊക്കെ നമ്മള് ഒരു കുപ്പിയിൽ വാങ്ങിക്കുമ്പോഴല്ലേ അതിന്റെ സൗന്ദര്യമുള്ളൂ. അല്ല പുഴയെ കൂടി പാലൊഴുകി വന്നെ. പിന്നെ 18 കിലോമീറ്റർ ഉണ്ടാവും അത്ര ഒരു റൂം. എന്തിനാണ് നടന്ന് തൂറാനാ? അങ്ങനെ ഇവര് കണ്ടിട്ടില്ല, ഇവരാരും കണ്ടിട്ടില്ല. ഇതെന്താണെന്ന് അറിയില്ല. കേരളത്തിന്റെ ഹാസ്യ നടനായ ശ്രീ സലീം കുമാർ പറഞ്ഞത് എന്താണ്? ഒരു ഗ്ലാസ്സിലോ ഞങ്ങൾക്ക് മദ്യം കിട്ടിയെങ്കിൽ ഞങ്ങൾക്കത് കുടിക്കാമായിരുന്നു. പക്ഷേ കേരളത്തിലെ മൊല്ലാക്കന്മാര് പ്രസംഗിക്കുന്നത് മദ്യത്തിന്റെ പുഴകൾ ഒഴുകുന്നു സ്വർഗത്തിലെന്ന്. എന്തൊരു വൃത്തികേടാ എന്ന് പറഞ്ഞിട്ട് സിനിമാ സ്റ്റൈലില് പൊട്ടിച്ചിരിക്കുന്ന ശ്രീ സലീം കുമാർ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ അഭിനയത്തെ ജീവിച്ച് കാണിച്ചു കൊടുത്ത ആളുകൾ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. അവർ സിനിമയിൽ അഭിനയിക്കുമ്പോ പലരും പറഞ്ഞിട്ടുണ്ട്, അഭിനയമല്ല ഇത് ജീവിതമാണ് എന്ന്. നിങ്ങൾക്കൊക്കെ ജീവിതം തന്നെ ഒരു അഭിനയമായതുകൊണ്ട് നിങ്ങൾക്കൊക്കെ സിനിമാ ലോകത്തോടെ ഈ സമുദായത്തിന്, ഈ സമൂഹത്തിന്, കൗമാരക്കാർക്ക്, യുവാക്കൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? എന്ത് നല്ല സന്ദേശമാണ് സിനിമ കൊടുത്തിട്ടുള്ളത്? ഏതെങ്കിലും ഒരു നല്ല സന്ദേശം സിനിമ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നല്ല സന്ദേശം ഏതെങ്കിലും സീരിയൽ കേരളത്തിന് അല്ലെങ്കിൽ മനുഷ്യർക്ക് സമൂഹത്തിന് സമ്മാനിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. നാഴികയ്ക്ക് 40 വട്ടം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്ന ഓരോ ആയത്തുകളെ സൂചിപ്പിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ മുഴുവനും നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ പണ്ഡിതന്മാര് ശ്രമിക്കുമ്പോ അവരൊക്കെ ഏതെങ്കിലും സാമ്പ്രദായിക മൊല്ലാക്കന്മാരാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ആരുടെയൊക്കെയോ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് അഭിനയം പോലും ജീവിതമാക്കിയിരുന്ന കലയെ പോലും കളഞ്ഞു കുളിച്ചുകൊണ്ട് ജീവിതം പോലും അഭിനയമാക്കി മാറ്റുന്ന അഭിനവ കാലഘട്ടത്തിന്റെ സിനിമാ നടന്മാര് തെറ്റായ സന്ദേശങ്ങളിലൂടെ കൗമാരക്കാരെയും യുവാക്കളെയും മുഴുവനും കള്ളിന്റെയും കഞ്ചാവിന്റെയും പെണ്ണിന്റെയും മതരാശിയുടെയും പിന്നാലെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ അരുത് എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരും മറ്റു മതഭേദ ഭിക്ഷന്മാരും നിങ്ങൾ തെറ്റായ സന്ദേശങ്ങളാണ് ലോകത്തിന് കൊടുക്കുന്നത്. നിരീശ്വരവാദികളുടെ കൈയടി കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്ലാം മതവിശ്വാസികളുടെ നെഞ്ചകത്തേക്ക് നിങ്ങൾ പരിഹാസത്തിന്റെ, ഹാസ്യത്തിന്റെ കൂരമ്പുകൾ നിങ്ങൾ എറിഞ്ഞു കൊള്ളിപ്പിച്ചാൽ സമുദായം ഒരിക്കൽ പോലും നിങ്ങളോട് സഭ്യതയില്ലാത്ത വാക്ക് പറയാത്തത്, കൃത്യമായി നിങ്ങൾ പറഞ്ഞതിന് വ്യക്തമായ മറുപടി അതേ പരിഹാസത്തോടെ പറയാത്തത്, നിങ്ങൾ ആക്ഷേപിച്ച ആ നിങ്ങളും അതുപോലെ തന്നെ കള്ളാറും തേനാറും ഒക്കെ ഞങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് എന്ന വിശ്വാസം കൊണ്ടാണ്. ഇത് മതത്തിന്റെ വിശ്വാസമാണ്. പിന്നെ ഞങ്ങൾക്കൊരു കാര്യമുള്ളത്, സലീം കുമാറിനെ പോലുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇത് വിശ്വസിക്കാത്തത്? അയാൾക്ക് ചിരി വരികയാണ്. ഒരുപാട് വിസ്തീർണമായ സ്വർഗത്തിൽ ഇത്രയും വലിയ റൂമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ സദസ്സിൽ പറയാൻ കൊള്ളില്ല. അവർക്കൊക്കെ പറയാം. കാരണം എന്താ? പോത്തിനും തേറ്റവാഴ. നമുക്ക് പറയാൻ പറ്റൂല. സംസ്കാര സമ്പന്നർക്ക് പറയാൻ കഴിയില്ല. അയാൾ ചോദിക്കുന്നത് വിസ്തീർണമായ വിശാലമായ സ്വർഗത്തിൽ ഇങ്ങനെ വിശാലമായ റൂമുകളാണെങ്കിൽ അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യം നടന്നിട്ട് വിസർജിക്കാനാണോ എന്ന് ചോദിച്ചു. വേറൊരു ഭാഷയിൽ അയാള് പരിഹാസത്തിന്റെ ചിരി പ്രകടിപ്പിച്ചത്. പക്ഷെ അതേ ഭാഷയിൽ മറുപടി കൊടുക്കാൻ ഞങ്ങൾ ആളല്ല. കാരണം ഞങ്ങൾ സംസ്കാര സമ്പന്നരാണ്, സംസ്കാരം ലോകത്തോട് വിളിച്ചു പറയുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ്. അറിയാം, ഒരു സിനിമ എടുത്തിട്ട് ആ സിനിമ എങ്ങും എത്താത്തതിന്റെ പേരില് നാഴികയ്ക്ക് 40 വട്ടം ഓരോ ആളുകളുടെ വീടാന്തരം കയറി ഇറങ്ങിയിട്ട് ഈ സിനിമ ഒന്ന് ഇറക്കണമെന്ന് പറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. അഭിനയത്തിന്റെ പേരിൽ അഭിനവ കാലഘട്ടത്തിന്റെ നടീനടന്മാര് നൽകുന്ന തെറ്റായ സന്ദേശങ്ങളെ ഇസ്ലാമിന്റെ കൊണ്ട് കൊഞ്ഞനം കുത്താനാണ് ശ്രമമെങ്കിൽ കൃത്യമായി പള്ളികളിലും മദ്രസകളിലും ഒരു കലയായി തന്നെ കണ്ടുകൊണ്ട് ഇസ്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിലും ബഹുസ്വര സമൂഹത്തിലും അതങ്ങനെ കലയായി തന്നെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ മൗനം അവലംബിക്കുന്നത് കൊണ്ടാണ്. അല്ല എങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും തിരുവചനങ്ങളും എടുത്തുദ്ധരിച്ചുകൊണ്ട് ഒരു ജുമാ പ്രസംഗത്തിലൂടെ ഒരൊറ്റ മുസ്ലിം ചെറുപ്പക്കാരും സിനിമ കാണരുത് എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിന്റെ നേതൃത്വം പറഞ്ഞാൽ അനുസരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അങ്ങനെ വന്നാൽ നിങ്ങൾ പിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് സമുദായത്തിന്റെ മേൽ കുതിര കയറാമെന്ന്
അലിയൻകുമാറല്ല, ഒറ്റ ഒരുത്തനും വിചാരിക്കണ്ട. അതിന് വേറെ ഏതെങ്കിലും വഴി നോക്കിയാൽ മതി. ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ എടുത്ത് കൊന്നനം കുത്തുന്ന ഏതെങ്കിലുമൊക്കെ ശൈലി അല്പ പഴകിയതാണെങ്കിൽ പോലും പുതിയ 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 കുപ്പിയിലും പുതിയ പുതിയ ഗ്ലാസ്സിലും വരുമ്പോൾ അതിനൊരു പുതുമയുണ്ട്. അതുകൊണ്ട് തന്നെ അല്പ പഴയതാണെങ്കിലും പുതിയ ഒരു റോൾ മോഡൽ, പുതിയ ഒരു ട്രെൻഡായി ആ പഴയത് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ആളുകൾ ഇതിനെപ്പറ്റി പറയണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ കൂടിയാണ് ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, ക്യാമ്പസുകൾ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ വിടാൻ കഴിയുന്നില്ല, പഠിക്കാൻ വിടാൻ പറ്റുന്നില്ല. ഒരു പ്രമുഖമായ കോളേജിലെ അധ്യാപകര്, പ്രിൻസിപ്പൽ അടക്കം പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ഭാവിയിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ടായി, പക്ഷെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്താ പറഞ്ഞത് അധ്യാപകൻ? പ്രിൻസിപ്പൽ ചില ചെറുപ്പക്കാരോട് പറയാണ്, ഈ സ്കൂളിൽ ഞങ്ങളുടെ അധ്യാപകര് രാവിലെ വന്ന് ക്ലാസ്സുകൾ ഒരു ചെറിയ വിസിറ്റ് നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വരുമ്പോൾ, ദൈവമേ, ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് പോലും വീട്ടിന്റെ റൂമിൽ അടച്ചിട്ട മുറിയിൽ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇനി വേറൊന്നും പറയണ്ടല്ലോ. കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പേടിച്ചിട്ട് വിടും പ്രിയപ്പെട്ടവരെ? എങ്ങനെ മക്കളെ ഭാവി ഓർത്തിട്ട് വിടാതിരിക്കും? ഇതിന്റെയൊക്കെ പിന്നിൽ കഞ്ചാവും MDMA-യുമാണ്. ചെറുപ്പക്കാര് അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന എന്താ? ലോകം വല്ലാത്ത കോലത്തിലായി പോയി. ഒരേ ഒരു മകൻ, ഭർത്താവില്ല, പെൺമക്കളില്ല, വേറെ മക്കളില്ല. അതുകൊണ്ട് തന്നെ ആ മകനെ മതപഠനശാലയിൽ വിട്ടു. ഹിഫ്ള് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. ഹിഫ്ള് പഠിക്കാൻ വിട്ട ആ മകനെ ഹിഫ്ള് പഠിച്ചിട്ട് വീട്ടിലെ ലീവിന് വരുമ്പോ കവറിനകത്ത് കാണാൻ പാടില്ലാത്ത ചിലത് കണ്ടു തുടങ്ങി. അവസാനം ആ ഉമ്മ ആ മകനെ ഉപദേശിക്കാൻ തുടങ്ങി. ആ പ്രിയപ്പെട്ട മകനെ ഉപദേശിച്ച് അവസാനം ആ പ്രിയപ്പെട്ട ഉമ്മ സോഷ്യൽ മീഡിയയിൽ പൊതുധാരയിൽ വന്നിട്ട് പറയുകയാണ്, ആ മകൻ, എന്റെ മകന് കൈവിട്ടുപോയി. പൊട്ടിക്കരഞ്ഞിട്ട് ആ ഉമ്മ പറയാണ്, എന്റെ മോൻ ഒരാളല്ലേ ഉള്ളൂ, ഞാൻ മരിച്ചാൽ എന്റെ പ്രിയപ്പെട്ട മകൻ എനിക്ക് നിസ്കരിക്കുമല്ലോ, നെഞ്ചുപൊട്ടി ദ്വാരക്കുമല്ലോ എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പഠിക്കാൻ വിട്ടതാണ് എന്റെ മകനെ. ആ മകൻ കഞ്ചാവിനിരയായി എന്ന് മാത്രമല്ല, രാത്രി എന്റെ മകൻ വീട്ടിലേക്ക് വരുന്നത് പാച്ചറയിലെയും പള്ളിച്ച വീട്ടുകാരെയും നിങ്ങളുടെ ഉമ്മമാരെ, നൊന്തു പെറ്റവരെ, പേറ്റുനോവിന്റെ വേദന അറിഞ്ഞവരെ, മുലപ്പാല് കൊടുത്തിട്ട് സൗന്ദര്യം മുഴുവനും 2 മാറിടപ്പിൽ നിന്ന് നുകർന്നു കൊടുത്തിട്ട് സൗന്ദര്യം മുഴുവനും തന്റെ മക്കളുടെ എനർജിക്ക് വേണ്ടി കൊടുത്ത ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾ രാത്രി വീട്ടിൽ വരുമ്പോ നിങ്ങൾക്ക് സന്തോഷമല്ലേ? പെട്ടെന്ന് വീട്ടിൽ വന്നല്ലോ, എന്റെ മോൻ വീട്ടിൽ കയറിയല്ലോ, ഇനി പേടിക്കാതെ കിടന്നുറങ്ങാമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഓരോ ഉമ്മമാരും സന്തോഷം കൊള്ളുമ്പോൾ ആ ഉമ്മ പറയാണ്, മതപഠനശാലയിൽ വിട്ട എന്റെ പ്രിയപ്പെട്ട മകനെ ഹിഫ്ള് പഠിപ്പിക്കുമ്പോൾ ആ ഹിഫ്ള് പഠിപ്പിക്കാൻ വിട്ട എന്റെ പൊന്നുമോൻ രാത്രി വീട്ടിൽ വരുമ്പോൾ എനിക്ക് പേടിയാ. കാരണം എന്റെ മകൻ ഞാൻ ചിന്ത പോലും മറന്നിട്ട് എന്നെ പലപ്പോഴും കയറി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നൊരു ഉമ്മ നൊമ്പരത്തോടെ പറഞ്ഞത് സാക്ഷര കേരളത്തിലെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്ന സാധാരണ ലോകമായ ഈ കേരളത്തിൽ ആലോചിച്ചു നോക്കും. നിയമം ഇതിനു വേണ്ടിയിട്ട് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്ക്. വീട്ടിൽ പോയിട്ട് എന്തേ ഇങ്ങനെയുള്ള ക്രിമിനലുകളെ പിടിച്ചകത്തിട്ടാൽ, ഇങ്ങനെയുള്ള കഞ്ചാവ് കേസിലെ ക്രിമിനലുകളെ പിടിച്ചകത്തിട്ടാൽ ഒരു നാട് നന്നാവൂലേ? ഇവനെയൊക്കെ വീണ്ടും ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തിനാണ് വക്കീലുമാരി പോകുന്നത്? ഈ നാട് നശിച്ച് നാരായകല്ലെടുത്തു കഞ്ചാവിന്റെ പേരില്. പ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നാടിന് ബറക്കത്തില്ലാതെയായി പോയി. അള്ളാഹു പറഞ്ഞത്, ഒരു നാട് പള്ളിച്ച വീട്ടുകര എന്ന പാച്ചറയിലെ ഈ പ്രാന്തപ്രദേശങ്ങളിൽ ബറക്കത്ത് വേണോ? ഈ നാട്ടുകാർ ഭക്തിയിൽ ജീവിക്കുന്നവരാകണം. അള്ളാഹു ബറക്കത്ത് തരില്ലെങ്കിൽ അള്ളാഹു ബറക്കത്ത് തരില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.